അമ്മ വിളിക്കുന്ന നേരത്താണ് കേട്ടോ പറയുന്നത്, വീട്ടിൽ നിറയെ ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൊമ്പ് മുറിക്കാൻ പോവുകയാണ്. ചക്കയോ മാങ്ങ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അമ്മമാർക്ക് മക്കളുടെ വീട്ടിലേക്ക് കൊടുത്തുവിടാൻ അതൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള എല്ലാ അമ്മമാരും ഇപ്പോൾ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയും. അപ്പോൾ 2 വലിയ പഴുത്ത ചക്കയാണ് കേട്ടോ നമുക്ക് കൊടുത്തു വിട്ടുണ്ടായിരുന്നത്. അപ്പം അത് മുഴുവനായിട്ട് നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പം എന്നാൽ അത് വരട്ടി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ അതുപോലെ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ചക്കയൊക്കെ നേരാക്കി ഉരുളിയിലാണ് കേട്ടോ അങ്ങനെ ചക്ക വരട്ടി വെക്കുന്നത്. അത് 1 വർഷത്തോളം നമുക്ക് ഇരിക്കും. അടുത്ത വർഷം ചക്ക സീസണിൽ പിന്നെ നമ്മൾ ഇതുപോലെ വരട്ടി വെക്കുള്ളൂ കേട്ടോ. പിന്നീടുള്ള ആ 1 വർഷം ഇതുകൊണ്ടുള്ള കുമ്പളപ്പും അതുപോലെ തന്നെ ചക്കട പായസം ഇതൊക്കെ ആയിരിക്കട്ടെ മിക്കവാറും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക. പിന്നെ ആരെങ്കിലും വിദേശത്തേക്ക് പോകണമെങ്കിൽ അത് കൊടുത്തു വിടുക, ഇതൊക്കെയാണ് അമ്മയുടെ മെയിൻ പരിപാടികൾ. പണ്ടൊക്കെ ഇടനേല കിട്ടുന്ന സമയത്ത് കൂടുതലും നമുക്ക് ഈ ഒരു കുമ്പളപ്പം ഉണ്ടാക്കി തരിക കേട്ടോ. അതൊന്നും കിട്ടിയില്ലെങ്കിൽ മുറ്റത്ത് പോയിട്ട് ആ പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് പ്ലാവിലേക്ക് പറിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ അതിലാണ് കേട്ടോ ഉണ്ടാക്കി തരിക. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മക്കളൊക്കെ ഉണ്ടായി മക്കൾക്ക് വേണ്ടിയിട്ട് പാചകം ചെയ്ത് തുടങ്ങുമ്പോഴാണല്ലോ അമ്മമാർ അങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്.